വെൽക്കം ടു ആർപിസ് ടിപ്സ് ഈ ഇംഗ്ലീഷ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വേർബ് ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അതിൽ ആദ്യം നമുക്ക് വേർബ് എടുക്കാം. വേർബ് എന്താണ്? വേർബ് വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയ. ഓടുക, ചാടുക, തിന്നുക, പഠിക്കുക, ഇരിക്കുക, ഉറങ്ങുക, ഇതൊക്കെയാണല്ലോ വേർബ്. ഇപ്പം നിങ്ങളുടെ മനസ്സിലും ഒരുപാട് വേർബുകൾ, ക്രിയകൾ വരുന്നുണ്ടാകും. അപ്പോൾ വേർബ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു വേർബ് ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. ഉദാഹരണം, അധ്യാപകൻ കുട്ടിയെ പഠിപ്പിച്ചു. ഇതിൽ വേർബ് നമുക്കറിയാം, പഠിപ്പിച്ചു എന്നുള്ളതാണ് വേർബ്. പഠിപ്പിച്ചു ആര്? വേർബിനോട് ആര് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം കിട്ടുമല്ലോ. ആരാ പഠിപ്പിച്ചത്? അധ്യാപകൻ. അതാണ് സബ്ജക്റ്റ്. അപ്പോൾ വേർബിനോട് ആര് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം അതാണ് സബ്ജക്റ്റ്. ഇനിയുള്ളത് എന്താണ്? ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റ് എങ്ങനെ മനസ്സിലാക്കാം? വേർബിനോട് ആരെ, ആരോട്, എന്തിനെ, എന്തിനോട്, ഈ നാലാൽ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടുമെങ്കിൽ അതാണ് ഒബ്ജക്റ്റ്. നമുക്കിവിടെ വേർബിനോട് ചോദിക്കാം, ആരെ പഠിപ്പിച്ചു? ഉത്തരവുണ്ടല്ലോ, കുട്ടിയെ പഠിപ്പിച്ചു, വിദ്യാർത്ഥിയെ പഠിപ്പിച്ചു. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അധ്യാപകൻ കുട്ടിയെ പഠിപ്പിച്ചു എന്നാകുമ്പോൾ കുട്ടി എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. നമുക്കൊരു വേറൊരു ഉദാഹരണം എടുത്ത് നോക്കാം. പശു പുല്ല് തിന്നു. പശു പുല്ല് തിന്നു. ഇതിൽ ഏതാണ് വേർബ്? തിന്നു എന്നുള്ളതാണ് വേർബ്. ആരാ തിന്നത്? പശു. അപ്പോൾ പശു സബ്ജക്റ്റ്. എന്തിനെ തിന്നു? പുല്ലിനെ തിന്നു. അപ്പോൾ പുല്ലാണെന്ത്? ഒബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് പശു, വേർബ് തിന്നു, പുല്ല് ഒബ്ജക്റ്റ്. ഇനി നമുക്ക് സാധാ ഒരു ഉദാഹരണം നോക്കാം. ഞാൻ മാങ്ങ തിന്നു. ഇതിൽ എന്താണ് സബ്ജക്റ്റ്? ഏതാണ് വേർബ്? ഏതാണ് ഒബ്ജക്റ്റ്? വേർബ് ആദ്യം നമ്മൾ നോക്കാം. തിന്നു എന്നുള്ളതാണ് വേർബ്. ആര് തിന്നു? ഞാൻ തിന്നു. അപ്പം ഞാനാണ് സബ്ജക്റ്റ്. എന്തിനെ തിന്നു? മാങ്ങയെ തിന്നു. മാങ്ങയാണ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കിനി ഏതൊരു സെൻറ്റൻസ് കണ്ടാലും സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും മനസ്സിലാകും. ഇല്ലേ? മനസ്സിലാവില്ലേ? ഓക്കെ. എന്നാൽ ഏതൊരു വേർബിനും സബ്ജക്റ്റ് എന്തായാലും ഉണ്ടാകും. ഒബ്ജക്റ്റ് എല്ലാ വേർബിനും ഉണ്ടാവുകയില്ല. വേർബ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ട്രാൻസിറ്റീവ് വേർബ്, രണ്ട് ഇൻട്രാൻസിറ്റീവ് വേർബ്. ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞാൽ സകർമ്മക ക്രിയ. ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞാൽ അകർമ്മക ക്രിയ. എന്തേ? ഉറങ്ങി. ഞാൻ ഉറങ്ങി. ഉറങ്ങി എന്ന വെർബിനോട് ആരെ, ആരോട്, എന്തിനെ, എന്തിനോട് ഒരു ചോദ്യം ചോദിച്ച ഉത്തരവുണ്ടോ? ഇല്ല. ഇരുന്നു. ആരെ ഇരുന്നു? ആരോടിരുന്നു? എന്തിനെ ഇരുന്നു? എന്തിനോടിരുന്നു? ഉത്തരവില്ലല്ലോ. ഇല്ല. ഇങ്ങനെ വേർബിനോട് ഈ നാലിലൊരു ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ആ വേർബ് ഇൻട്രാൻസിറ്റീവ് വേർബാണ്, അകർമ്മക ക്രിയമാണ്, ഒബ്ജക്റ്റ് ഇല്ലാത്ത ക്രിയയാണ് എന്നർത്ഥം. അപ്പോൾ സബ്ജക്റ്റ് എന്തായാലും ഉണ്ടാവും. ഒരു ക്രിയ നടന്നാൽ, ഒരു വേർബ് ഉണ്ടായാൽ സബ്ജക്റ്റ് നിർബന്ധമാണ്. ഒബ്ജക്റ്റ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇനി എന്തിനാണ് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചത്? നിങ്ങളൊന്ന് ഈ ഒരു മലയാളം നോക്കൂ. പശു പുല്ല് തിന്നു. കൗ ഏറ്റ് ഗ്രാസ്. പശു പുല്ല് തിന്നു. മലയാളത്തിൽ ആദ്യം വന്നത് എന്താ? പശു സബ്ജക്റ്റ്, പിന്നെ പുല്ല് ഒബ്ജക്റ്റ്, പിന്നെ തിന്നു വേർബ്. S+O+V ഇതാണ് മലയാളത്തിൻ്റെ സ്ട്രക്ചർ. മലയാളം നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ്. ആദ്യം സബ്ജക്റ്റ് പറയും, പിന്നെ ഒബ്ജക്റ്റ് പറയും, പിന്നെയാണ് വേർബ് പറയുക. എന്നാൽ ഇംഗ്ലീഷിലേക്ക് നോക്ക് നിങ്ങൾ. ഇംഗ്ലീഷിൽ S+V+O ആണ്. ആദ്യം സബ്ജക്റ്റ് പറഞ്ഞു, പിന്നെ വേർബ് പറഞ്ഞു, പിന്നെ ഒബ്ജക്റ്റ് പറഞ്ഞു. ഇതാണ് മലയാളികളായ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ വിഷമം, പ്രയാസം അനുഭവപ്പെടുന്നത്. ഹിന്ദി ആയാൽ നമുക്ക് ഈ വിഷയമില്ല. കാരണം ഉറുദുവും ഹിന്ദിയും ഒക്കെ മലയാളത്തിൻ്റെ അതേ സ്ട്രക്ചറാണ്. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വേർബാണ്. എന്നാൽ ഇംഗ്ലീഷ് ആവുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആവും. അറബിയിൽ നേരെ മാറും. ആദ്യം വേർബാണ് പറയുക, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ്. അപ്പോൾ ഇതര ഭാഷകളിൽ മലയാളത്തിൽ നിന്ന് സ്ട്രക്ചർ മാറുമ്പോൾ നമുക്ക് സംസാരം, ഒഴുക്ക് തടസ്സപ്പെടും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ ഏതൊരു സെൻറ്റൻസും സബ്ജക്റ്റ് പറയുക, പിന്നെ വേർബ് പറയുക, പിന്നെ ഒബ്ജക്റ്റ് പറയുക. ഇവിടെ ഒരു 3-4 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഉദാഹരണം നോക്കൂ.
അവൻ എന്നോട് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസിനെ ഇംഗ്ലീഷിലാക്കുമ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ വേർബും സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിലെ വേർബ് എന്താണ്? പറഞ്ഞു എന്നതാണ്. പറഞ്ഞു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ടോൾഡ് എന്നാണ്. സബ്ജക്റ്റ് അവൻ എന്നുള്ളതാണ്. അവൻ എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹി എന്നുള്ളതാണ്. എന്നോട് പറഞ്ഞു എന്നല്ലേ? എന്നോട് എന്നുള്ളതിനും നമ്മൾ പഠിച്ചു ഐ, മീ, മൈ. ഇതിൽ ഒബ്ജക്റ്റീവ് കേസ് ആണല്ലോ മീ, എന്നോട്. നോക്കാം, ആദ്യം എസ് എഴുതണം. എസ് ഏതാ ഇതിലെ സബ്ജക്റ്റ്? ഹി, അവൻ. പിന്നെ വേർബ് S+V+O ആണല്ലോ. വേർബ് എഴുതണം. എന്താ വേർബ്? പറഞ്ഞു, ടോൾഡ്. പിന്നെ ഒബ്ജക്റ്റ് എഴുതണം, മീ. ഹി ടോൾഡ് മീ, അവൻ എന്നോട് പറഞ്ഞു. അല്ലാതെ മീ ടോൾഡ് ഹി എന്നോ ഹി മീ ടോൾഡ് എന്നോ. മലയാളം നേരെ ഇംഗ്ലീഷിലാക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഹി മീ ടോൾഡ്, അവൻ എന്നോട് പറഞ്ഞു. ഇതല്ല ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചർ. ഇനി വേറൊരു ഉദാഹരണം നോക്കൂ. ഞാൻ നിന്നെ കണ്ടു. ഐ സോ യു. ഞാൻ നിന്നെ കണ്ടു. സി എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്, സോ എന്ന് പറഞ്ഞാൽ കണ്ടു. അതൊക്കെ നമ്മൾ ഗോ എന്ന് പറഞ്ഞാൽ പോവുക, വെൻറ്റ് പോയി എന്നൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിച്ചു മനസ്സിലാക്കും. ഐ സി യു. ഐ എന്നുള്ളത് സബ്ജക്റ്റാണ്, സബ്ജക്റ്റീവ് കേസ്. നോമിനേറ്റീവ് കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നോമിനേറ്റീവ് കേസിൻ്റെ വേറൊരു പേരാണ് സബ്ജക്റ്റീവ് കേസ്. ഐ സബ്ജക്റ്റാണ്. വേർബ് അടുത്തത് വരണം, സോ, കണ്ടു. നിന്നെ എന്നുള്ളതിന് യു, യു, യുവർ ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് കേസ് യു എന്ന് തന്നെയാണ്. ഐ സോ യു. ഇനി വേറൊരു ഉദാഹരണം നോക്കൂ. രാമൻ രാവണനെ കൊന്നു. നമ്മുടെ അധ്യാപകരൊക്കെ പണ്ടേ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണിത്. ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ആദ്യം സബ്ജക്റ്റൊക്കെ പഠിപ്പിക്കാൻ ഇതാണ് പറയുക. രാമൻ രാവണനെ കൊന്നു. ആരാണ് സബ്ജക്റ്റ്? രാമനാണ് സബ്ജക്റ്റ്. രാമൻ. അപ്പോൾ രാമ എന്ന് എഴുതാം നമുക്ക്, രാമ. അടുത്തത് വേർബ് കൊന്നു, കിൽഡ്. അടുത്തത് ഒബ്ജക്റ്റ് രാവണ. രാമ കിൽഡ് രാവണ. ഇവിടെ രാമ എന്നുള്ളത് സബ്ജക്റ്റാണ്, രാവണ എന്നുള്ളത് അത് ഒബ്ജക്റ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു പേരും സബ്ജക്റ്റിൻ്റെ പോലെ തന്നെയാണ് ഒബ്ജക്റ്റും. രാമ, രാമ, രാമാസ്. രാവണ, രാവണ, രാവണാസ്. ഇങ്ങനെയാണ്. ഇനി അവസാനമായി ഒരു ഉദാഹരണം കൂടി നോക്കുക. അവർ ഞങ്ങളോട് പറഞ്ഞു. അവർ ഞങ്ങളോട് പറഞ്ഞു. വേർബ് പറഞ്ഞു എന്നാണ്, ടോൾഡ് എന്നാണ്. അവരാണ് സബ്ജക്റ്റ്, ഞങ്ങളോട് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. നോക്കൂ എങ്ങനെ എഴുതും. ആദ്യം എസ് എഴുതണം. S+V+O ആണല്ലോ. എസ് എഴുതുക. എസ് ആരാ ഇതിൽ? അവർ, ദേ. അടുത്തത് വേർബ് പറഞ്ഞു, ടോൾഡ്. ഒബ്ജക്റ്റ് ഞങ്ങളോട്. ഞങ്ങളോട് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ? നമ്മൾ പഠിച്ചു വി, അസ്, അവർ. അപ്പോൾ ഒബ്ജക്റ്റീവ് കേസ് അസ്. ദേ ടോൾഡ് അസ്. അവർ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് എഴുതണമെങ്കിലും പറയണമെങ്കിലും S+V+O എന്ന ഈ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കണം. ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. അതിലുള്ള വേർബുകളും സബ്ജക്റ്റുകളും ഒബ്ജക്റ്റുകളും ഒക്കെ നാം വേർതിരിച്ച് മനസ്സിലാക്കി നമ്മുടെ കേസുകൾ പഠിച്ചിട്ടുണ്ട്. അതിലുള്ള വാക്കുകളൊക്കെ നാം കൃത്യമായി പ്രയോഗവൽക്കരിക്കണം. ആർബിസ് ടിപ്സ് ഈ ഇംഗ്ലീഷ് വേൾഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ആർബിസ് ടിപ്സ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അരികെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്താൽ ആർബിസ് ടിപ്സിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.